വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് തിങ്കളാഴ്ച ചെർപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകും. മെയ് 5 മുതൽ 8 വരെ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. രാവിലെ 9 മണിക്ക് ലക്ഷംവീട് കോളനിയിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര ഒറ്റപ്പാലം റോഡ് വഴി പട്ടാമ്പി റോഡിൽ കയറി ബസ് സ്റ്റാൻഡിന് സമീപം ആണ് അവസാനിക്കുക. ഏകദേശം 11:30 മണിക്ക് ആ പരിപാടി അവസാനിക്കും. അതിൽ നമ്മൾ കാണുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രദേശവാസികളായ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖരെ ആദരിക്കുന്ന ചടങ്ങുകളുണ്ട്. പ്രസിഡന്റിനെ അങ്ങോട്ട് ആദരിക്കുന്ന ചടങ്ങുകളുണ്ട്. വിവിധ കലാരൂപങ്ങൾ ആ പരിപാടിയിൽ ഉണ്ടാവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെയും ഞങ്ങൾ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി നാടിന്റെ നന്മയ്ക്ക് നമുക്കൊന്നാകാം എന്ന പ്രമേയം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് 5 തിങ്കളാഴ്ച രാവിലെ 9:30 ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകും. സ്വീകരണത്തിന്റെ ഭാഗമായി KPIP റോഡ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന പദയാത്ര ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം സമാപിക്കും. സമാപന പൊതുസമ്മേളനം സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 19 തിരുവനന്തപുരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ച പദയാത്ര മെയ് 5 മുതൽ 8 വരെ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തും. പദയാത്ര സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം നടത്തി മെയ് 27 കോഴിക്കോട് സമാപിക്കും. യാത്രയുടെ ഭാഗമായി വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളും പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച, നവോത്ഥാന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം, കലാപരിപാടികൾ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ സംഘടിക്കപ്പെടുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതുപോലെ തന്നെ മറ്റൊരു വിഷയമുള്ളത് നമ്മുടെ ചെർപ്പുളശ്ശേരി പരിസരത്ത് അനധികൃത ക്വാറികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉത്തരവാദപ്പെട്ട ആളുകൾ അതിനെതിരെ കണ്ണടക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. അത് ജനങ്ങൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നിലവിലുള്ള ക്വാറികൾ തന്നെ, ലൈസൻസുള്ള ക്വാറികൾ തന്നെ അതിന്റെ പ്രയാസം നമ്മൾ ചെർപ്പുളശ്ശേരി ഹൈസ്കൂളിന്റെ അവിടെ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രകമ്പനം ആ സ്കൂൾ ബിൽഡിങ്ങുകൾ കൂടി താങ്ങാൻ പറ്റാത്ത 100 വർഷത്തിലധികം പഴക്കമുള്ളതാണ് നമ്മുടെ ഹൈസ്കൂൾ കെട്ടിടങ്ങളൊക്കെ തന്നെ. അതിനടക്കം താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങൾ നിലവിലുണ്ട്. ഇതാണ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. CCN ചെർപ്പുളശ്ശേരി.